എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പാലക്കാട് നിന്ന് തിരിച്ചു കേട്ടോ. ഇന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്ന ഓൺ ദ വേ ആണ്. ഇനി പോകുന്ന വഴിക്ക് ബാക്കി വീഡിയോയും കാര്യങ്ങളും കാണിക്കാവേ. ടാറ്റാ ബൈ. ഇതാണ് നമ്മുടെ കൽപ്പാത്തി ക്ഷേത്രം എന്ന് പറയത്തില്ലേ, അതിൻ്റെയാണ് ഈ ഏരിയ എല്ലാം. അതാണ് കൽപ്പാത്തി. ബ്രാഹ്മിൻസ് എല്ലാവരും താമസിക്കുന്ന സ്ഥലമാണ്. ബ്രാഹ്മിൻസ് താമസിക്കുന്ന സ്ഥലമാണ് കൽപ്പാത്തി ക്ഷേത്രം. അങ്ങനെയൊക്കെ ഇത് കണ്ടോ, വീടിന്റെ വാതിക്കലെല്ലാം കോലം വരച്ചിട്ടുണ്ട്. കൽപ്പാത്തി ക്ഷേത്രം വരുക. ഇതണ്ട വീടുകളാണിത്. ക്ഷേത്രം വരുന്നുണ്ട്. ഇത് കണ്ടാൽ കൽപ്പാത്തി ക്ഷേത്രം. നല്ല ഭംഗിയാ ഇവിടെ എല്ലാം കാണാൻ. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആ ഇവിടെ എല്ലാവേ. എന്ത് രസമുണ്ട് കൽപ്പാത്തി ക്ഷേത്രം. നല്ല ഭംഗിയുള്ള ശിവനും പാർവതിയും ഗണപതിയും എല്ലാരും ഉണ്ട്. കൽപ്പാത്തി ക്ഷേത്രം ഇവിടുത്തെ രഥം എന്ത് രസമാ കാണാന്. പാലക്കാട് സിറ്റിന്ന് നമ്മൾ ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറുവാണേ. നമ്മൾ പാലക്കാട് കഴിഞ്ഞോണ്ട് ഹൈവേയിലോട്ട് കയറി. ഇനി ഹൈവേ കയറി നമ്മൾ നേരെ ഇവിടുന്ന് കോയമ്പത്തൂര്. ഇത് രസ കടലാസേടി കാണാനേ. ഗ്രാമങ്ങളാണ്. തമിഴ്നാടാന്ന് പറഞ്ഞത്. ബാംഗ്ലൂരിന്റെ ലേക്ക്. കോയമ്പത്തൂർ ലേക്ക്. കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റ്. എന്ത് തിരക്കാന്നൊക്കെ. അങ്ങനെ ഞങ്ങള് കോയമ്പത്തൂര് കഴിഞ്ഞ് സേലം റൂട്ടിലോട്ട് കയറി. സേലം സ്റ്റാർട്ടായി. കഴിച്ചോ സേലത്തൂടെ പൊക്കോണ്ടിരിക്കുക. സേലമായി രസം. മലയൊക്കെ കാണാന് നല്ല ഭംഗിയാണ്.
ബാഗൊക്കെ ഞങ്ങൾ റെഡിയാക്കി. ആണെങ്കിൽ ലഗേജ് പാക്ക് ചെയ്തപ്പോഴത്തേക്ക് നല്ല ബെഡൊക്കെ റെഡിയാക്കി ഞങ്ങൾ ബാക്കിലത്തെ സീറ്റ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തായിരുന്നു. അതുപോലെ പിള്ളേർ അതുകൊണ്ട് നന്നായിട്ട് സേഫായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഞങ്ങളിപ്പോൾ എൻ്റെ സേലം അടുക്കാറായി. ഞങ്ങൾ അതാ പിള്ളേർ നല്ല ഉറക്കമാണ്. സേലം ഞങ്ങൾ അടുക്കാറായി. അങ്ങനെ ഞങ്ങൾ കൃഷ്ണഗിരിയിൽ അങ്ങനെ എത്തി. കൃഷ്ണഗിരി ടോൾ പാസയുടെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ കർണാടക കയറി, തമിഴ്നാടെല്ലാം കഴിഞ്ഞ് കർണാടകയിൽ കയറിയിരിക്കുകയാണേ. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു നമുക്ക് ബാംഗ്ലൂർ എത്താൻ. അങ്ങനെ ബാംഗ്ലൂർ മെട്രോ സ്റ്റാർട്ട് തുടങ്ങി. അങ്ങനെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ ഞങ്ങൾ കയറി. അങ്ങനെ എല്ലാം ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇലക്ട്രോണിക് സിറ്റി. അങ്ങനെ ദൈവം സഹായിച്ച് ഞങ്ങൾ ഇവിടം വരെ എത്തി. ഞങ്ങൾ ഇനി ഇവിടെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി ഉള്ളു ഞങ്ങൾക്ക് പിന്നെ ക്യാമ്പിലോട്ട്. ഈ ലെഫ്റ്റ് സൈഡിലാണ് മെട്രോ, റൈറ്റ് സൈഡിലാണെങ്കിൽ പാലം. ഇലക്ട്രോണിക് സിറ്റിയിലെ തിരക്ക് ഫ്ലൈഓവറിലെ ഇതുണ്ടോ, എന്ത് തിരക്കാണ്. ഇതാ മടിവാള. നമ്മുടെ നാട്ടിലോട്ടുള്ള മാക്സിമം ആൾക്കാർ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടുന്ന് ബസ് കയറി പോകുന്നത്. ഇതാണ് മടിവാള. അടുത്തത് കോറമംഗലം സ്റ്റാർട്ടായി. കോറമംഗലയിലെ ഇതുണ്ട്, ബിവറേജ് കുപ്പി അടുക്കി വെച്ചിരിക്കുന്നത്. എന്ത് നോക്കി, എന്തോരം നമ്മുടെ നാട്ടിലെ പോലെ എന്തോരം കുപ്പിയാ നോക്കിയേ. ഇതെല്ലാം പബ്ബേറിയ. ഈ ബോർഡ് ഇല്ലേ, ഈ ബോർഡ് മറ്റേ സിനിമയ്ക്കകത്തൊക്കെ എന്തൊക്കെ ഉണ്ട്. കല്ലേലിട്ട് നോക്കുന്നത് ഇത് കല്ലാണോ, വലിയ കല്ലാണ്. താമസിക്കാൻ പറ്റുമോ? ഇത് ഇവിടുത്തെ CM ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെ സൈഡ് വരാം. വണ്ടിയുടെയും പാടുവാ നാളത്തില്ല. നീ വീഡിയോ ഒരാള് രാജാവിനെ കൂട്ടി നിൽക്കുന്നുണ്ട്. ഇതിന് കറണ്ട് ചാർജ് രക്ഷമായി.
സുജാൻ സൗദയുടെ വസതിയിൽ എത്തിയതാണ്. നൈറ്റിലെ വിഷ്വൽ കാണാൻ വേണ്ടി എത്തിയതാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ദൈവം സഹായിച്ച് ചേട്ടായി ജോലി ചെയ്യുന്ന ക്യാമ്പിലെത്തി. ഞങ്ങൾ BSF ക്യാമ്പിൽ സെഡക്കോ. ഞങ്ങൾ ഇനി ക്യാമ്പിനകത്തോട്ട് കയറാൻ പോവാണേ. അങ്ങനെ ഞങ്ങൾ സെഡക്കോ ചേട്ടായി ജോലി ചെയ്യുന്ന ക്യാമ്പിനുള്ളിലേക്ക് കയറാൻ പോവുകയാണ്. എത്തി ഞങ്ങൾ. ഇതാണ് BSF ക്യാമ്പ്, സെഡക്കോ ക്യാമ്പ്.